ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ സമ്മർ ടൈം ആണല്ലോ, അതുകൊണ്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ട്യൂലിപ്പ് ഗാർഡനിലോട്ടാണ്. സമ്മർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ ഗാർഡൻ ഓപ്പൺ ആയിട്ടുണ്ടാവും. ട്യൂലിപ്സ് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ലാവൻഡറും കൂടെ വരും. അതിൻ്റെ ടൈം ആയിട്ടില്ല, ആയിക്കഴിഞ്ഞാൽ വഴിയെ കാണിച്ചു തരാം. ഇതാണ് ട്യൂലിപ്പ് ഗാർഡൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ നേരെ നടന്നു പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ അവർ ഇതുപോലെ നമുക്ക് ഒരു സീൽ വെച്ച് തരും. ഇഷ്ടം പോലെ പല വെറൈറ്റി കളേഴ്സിലുള്ള ട്യൂലിപ്സ് ഇവിടെ കാണാൻ പറ്റും. കുറേ നല്ല ഫോട്ടോ പോയിന്റ്സും കൂടി ഉണ്ട് കേട്ടോ. ഓരോ കോർണറും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഭംഗി അത് നേരിട്ട് കാണാൻ. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകാനും കൂടെ പറ്റും. പക്ഷെ അതിപ്പോഴല്ല, ലാസ്റ്റ് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആകുമ്പോൾ അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് ട്യൂലിപ്സിൻ്റെ കുറേ കീ ചെയിൻസ് അങ്ങനെ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം നമുക്കിതൊക്കെ കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. ഈ ട്യൂലിപ്സ് ഇങ്ങനെ നീണ്ട് കിടക്കുക, പല കളേഴ്സിൽ. എന്ത് ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. പക്ഷെ ഇത് എത്രത്തോളം ഈ വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ എടുത്തു. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ കുറേ സ്റ്റാൾസ് ഉണ്ട്. അതായത് ഫുഡും സ്നാക്സും പിന്നെ ഐസ്ക്രീമും അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ കൂടെ ഒരു പുള്ളി പാട്ടും പാടി പോകുന്നത് കാണാം. നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ പാട്ടൊക്കെ കേൾക്കാൻ. ഞങ്ങളുടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നല്ല വെയിലുണ്ട്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. സോ നമ്മൾ എക്സിറ്റ് പോവുകയാണ്. ആ പോകുന്ന വഴിക്കാണ് നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് വെച്ചേക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ട്യൂലിപ്സ് വാങ്ങാം. ട്യൂലിപ്സ് ഫ്ലവറായിട്ടും അതുപോലെ വുഡിൻ്റെയും പ്ലാസ്റ്റിക് അതുപോലെ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഹുഡീസ്, ടീഷർട്ട്, ടെഡി ബെയർ, പിന്നെ കീ ചെയിൻ, മാഗ്നറ്റ്, അങ്ങനെ കുറേ ഐറ്റംസ് അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റ് നമുക്കൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. കാരണം ഞാൻ വേറൊരു സാധനം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ നേരത്തെ അവിടെ ഒരു ഹണികോം ഐസ്ക്രീം കണ്ടുവച്ചിട്ടായിരുന്നു നടന്ന് വന്നത്. സോ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സമ്മറിന് കഴിക്കാൻ പറ്റിയതാണ് ഐസ്ക്രീം. സോ ഞങ്ങൾ അവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു ഗാർഡൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.